നമ്മുടെ അടുത്ത പാഠം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എഴുതിയതാണ് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വായനക്കാരുടെ പ്രിയങ്കരനായ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, സാഹിത്യ ലോകത്തെ പ്രിയങ്കരനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ് പാത്തുമ്മയുടെ ആട്. അപ്പം ഇത് ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ MK സാനുവാണ്. അദ്ദേഹത്തിൻ്റെ ആ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാത്തുമ്മയുടെ ആട്. ഒരു സത്യമായ കഥ, ഇങ്ങനെയാണ് അതിൻ്റെ പേര്. നമുക്ക് നോക്കാം. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇതെൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ബഷീർ അങ്ങനെ പറഞ്ഞത്? ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന്? കാരണം പാത്തുമ്മയുടെ ആടിലെ ചുമ്മാതെ ഒരു കഥയല്ല. അതാണ് ഇത്ര ചുമ്മാതെ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെറുതെ പറയുന്നു എന്ന് മാത്രം വിവരണമില്ല. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ഖണ്ഡിക നിറച്ച് അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. നമുക്ക് ഇദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഓരോ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് നോക്കാം. അത് വായിക്കാൻ ബഷീറിനെ നേരിട്ട് അറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം. കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്താണെന്ന് അറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ്. പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ച് രസിക്കുന്നവർ നിരവധിയാണ്. പാത്തുമ്മയുടെ ആട് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൃതികൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷേ അത് ജീവിത വീക്ഷണം, ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്ന ബൃഹത്താണ് താനും. അങ്ങനെയാണ് നിരൂപകർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പാത്തുമ്മയുടെ ആട് വായിച്ച് രസിക്കാൻ വളരെ വളരെ രസകരമാണ്. വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. അപ്പോൾ നമ്മൾക്ക് വളരെ നിസ്സാരമായിട്ട് തള്ളുന്ന കാര്യങ്ങൾ പോലും ഈ സാഹിത്യകാരൻ നോക്കുന്നുണ്ട് വളരെ അമൂല്യമായ, വിലമതിക്കാനാവാത്ത ഓരോ രത്നങ്ങളായിട്ട് മാറുകയാണ്. പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്ന ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. തീരെ ചെറിയ വീടാണ്. വലിയ കൊട്ടാരങ്ങളൊന്നുമല്ല. 2 മുറികളുണ്ട്, ഒരടുക്കളയുണ്ട്, 2 വരാന്തയുണ്ട്. അങ്ങനെയുള്ളൊരു കെട്ടിടമാണ്. അതും തീരെ ചെറിയതാണ്. അത് നമ്മൾ എഴുതേണ്ടതുണ്ട്, പ്രത്യേകം എഴുതേണ്ടത്. ഇതിലധികം ആവശ്യമില്ല. ആ വീട് നമുക്ക് നേരെ കാണാം. ഒരു ഒരിറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിൽ ഇദ്ദേഹം 8-9 വർഷത്തോളം ചുറ്റി ചുറ്റി. അപ്പോൾ അതിന് ശേഷമാണ് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രശാന്തി തേടി എന്ന് പറയുന്ന വിശാല സമാധാനം തേടിയാണ് ബഷീർ എത്തിയിരിക്കുന്നത്. അവിടെ എന്ത് ശാന്തതയാണ് കിട്ടുക? 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, ഒരു സഹോദരിയും, ഭർത്താവും, മക്കളും, ഏറ്റവും ഇളയ സഹോദരനും. ഇത്രയും അംഗങ്ങളാണ് വീട്ടിലുള്ളത്. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതായത് അങ്ങോട്ട് വന്ന് ഒരു ശകല സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ എന്തായി? സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെല്ലാം കൂടെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ മനുഷ്യകുലത്തിൽ പെടാത്തവരും ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? അദ്ദേഹം മനുഷ്യകുലത്തിൽ പെടാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ എലികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പൂച്ചക്കുട്ടികളെക്കുറിച്ചുണ്ട്, ആടുകളുണ്ട്, പിന്നെ കുറേ അധികം കോഴികളുണ്ട്. ഇതെല്ലാം ബഷീർ തുറന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടുന്ന് വന്ന് കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അതായത് ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ. അതായത് പൂച്ചകൾ മാത്രമല്ല, ഇത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിന് എഴുതേണ്ടതാണ്. മനുഷ്യകുലത്തിൽപ്പെടാത്ത അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവിടുന്ന് വന്ന് കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകളുണ്ട്. അതായത് അതിന് വല്ലതും ഭക്ഷണമൊക്കെ കൊടുക്കും. അത് കഴിച്ചുകൊണ്ട് വീണ്ടും അത് അവിടെ ഇടയ്ക്ക് നടക്കും, തട്ടുംപുറത്ത് കയറും. തട്ടുംപുറത്ത് കയറുന്നതിന് അവിടെ എന്തുണ്ട്? അവിടെ കുറേ എലിയുണ്ട്. അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി. അപ്പം പൂച്ചയെ പേടിച്ചാണ് എലി ഓടി നടക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെയാണല്ലോ. കാക്കത്തൊള്ളായിരം എലികളുണ്ട്. പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന ഏറെ കാക്കകളുണ്ട്.
അതായത് പുരപ്പുറത്തോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പുരപ്പുറത്തിരുന്ന് കരഞ്ഞു വേണം കൂടുന്ന കുറേ അധികം കാക്കകളുണ്ട്. ഇതിലെല്ലാത്തിനും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികളുണ്ട്. പിന്നെ എന്തോ വേണം? അപ്പോൾ എലികളുണ്ട്, കുറേ പൂച്ചകളുണ്ട്, കാക്കകളുണ്ട്, പിന്നെ മുറ്റത്ത് കുറേ അധികം കോഴികളുണ്ട്. അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ. പിന്നെന്താ വേണം? അപ്പോൾ കോഴികൾ മാത്രമല്ല, അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. ഇവരെ റാഞ്ചിക്കൊണ്ട് പോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. അപ്പോൾ എറിയനും പരുന്തും എന്ന് പറയുന്ന 2 പ്രത്യേക ജാതികൾ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. അതായത് ഈ കോഴികളെ റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ധാരാളം വായിച്ച് ഓർത്ത് വെച്ചോണം. എന്തെല്ലാമാണ് മനുഷ്യകുലത്തിൽപ്പെടാത്തവരായിട്ടുള്ള അംഗങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കൂടുതൽ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇത് നോക്കുക. അപ്പം ഇതുകൊണ്ടാണ് ഇതിന് അടുത്ത വരിയിൽ പറയുന്നത് ചന്ത കൂടിയ ബഹളമാണ് ഇവിടെ എപ്പോഴും. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്തുകൊണ്ടാണ് അങ്ങനെ ബഷീർ പറഞ്ഞിരിക്കുന്നത്? ചന്ത കൂടിയ ബഹളമാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എഴുതാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് വെച്ച് അത് ഉത്തരം എഴുതുക. ഈ ബഹളത്തിൻ്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട്. അപ്പോഴത്തേക്ക് വേണ്ട ഒരു ആട് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കൊണ്ടാണ് ബഷീർ തൻ്റെ ഈ സാഹിത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തവിട്ട് നിറമുള്ള ഒരു പെണ്ണാണ്. ആരെയും കൂസാതെ വീടിനുള്ളിൽ കിടന്നത് സർവ്വവിധമായ സ്വാതന്ത്ര്യം കാണിക്കുന്നു. അതിനെ ആരും നിയന്ത്രിക്കാനൊന്നുമില്ല. അത് ചാടിക്കയറി വരിക, അതിന് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെയാണ്. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല, ആർക്കും അതിന് അവകാശമില്ല. കാരണം അത് പാത്തുമ്മയുടെ ആടാണ്. അതുകൊണ്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് അതിനെ ആരും നിയന്ത്രിക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് പാത്തുമ്മയുടെ ആടാണ്. അതുകൊണ്ടാണ്. ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ പ്രശാന്തി തേടി എത്തിയ ആളിൻ്റെ ചുറ്റും കുഞ്ഞുങ്ങളുടെ കരച്ചിലുണ്ട്, പിന്നെ പെണ്ണുങ്ങളുടെ വഴക്കുണ്ട്, വർത്തമാനമുണ്ട്. ഇവയെല്ലാം ഇങ്ങനെ ശബ്ദമുഖരിതമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്. പ്രശാന്ത് തേടി കണ്ടില്ലേ ഈ ബഹളങ്ങളുടെയും മേളങ്ങളുടെയും. അപ്പം നമുക്ക് നേരത്തെ ഉള്ള പോലെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് എഴുതണം. ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ. സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു. ഇപ്പോൾ ധാരാളം ഊര് ചുറ്റിയിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം. വലിയ കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കമ്മൽ പണിയിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നു. മറ്റൊരാൾക്ക് വലിയക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അതേണ്ട ഇവർക്കാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ മേടിച്ചു കൊടുത്താൽ മതി. പിന്നെ എന്തുവാ, ഉമ്മയ്ക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ്. ഉമ്മ പറയുന്നത് കുറച്ച് രൂപ അങ്ങ് കൊടുത്തേക്കണമെന്നുള്ളത്. നീ എനിക്ക് കുറച്ച് രൂപ താ എന്ന് അപ്പുറത്ത് നിന്നിട്ട് ഉമ്മ പറയുന്നു. അബൂബക്കർ, അതായത് അബു, ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. വലിയക്കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പെരയുടെ കൂട് മാറ്റി ഓടിയിടിക്കണം. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുകയാണ് ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വലിയൊരു വാർത്ത വീടൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോരുത്തരും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവ സാധിക്കാൻ പ്രയാസമില്ല, പക്ഷെ പണം വേണം, ധാരാളം പണം വേണം. അതെവിടുന്ന് കിട്ടും? വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. അതായത് വളരെ വലിയ ധനികനായിട്ടാണ് ബഷീർ വന്നിരിക്കുന്നത്. കാരണം അവിടെയുടെ എല്ലാം ഒരു ചുറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് പണമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ കമ്പനി മേടിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീട് ഒന്ന് വാർക്കണം, അതുപോലെ തന്നെ കുറച്ച് രൂപ കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ബഷീർ ഇത് കേൾക്കുന്നുണ്ട് ചിരി വരും. ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത്. ഇത്തരം രംഗങ്ങൾക്കിടയിലാണ് ബഷീർ എന്ന ആള് കഥാകാരൻ പരിലസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിൻ്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടുകൂടി ഒരു യോഗിയെപ്പോലെ വിലസുന്നത് നാം കാണുന്നു. അപ്പം ഇതെല്ലാം കേട്ടും കണ്ടും കഴിയുന്നുണ്ട് അദ്ദേഹം ഒരു യോഗിയെപ്പോലെ വിലസുകയാണ്. കാരണം ഇതെല്ലാം കേട്ട് നിശ്ചലനായിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. മനസ്സൊക്കെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോടൊന്നും അങ്ങനെ മറുപടികളോ മറുത്തു പറച്ചിലോ ഒന്നുമില്ല. ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സ്രഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. ചാമ്പയ്ക്ക് പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, കെ എം കൊടുങ്കല്ലൂർ തുടങ്ങിയവർ പോലെ ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു. മുഖ്യ കഥാപാത്രങ്ങളെ ആട് സർവ്വതയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതെല്ലാം ചിന്തിക്കുകയും ഓരോ കാര്യങ്ങൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആട് കടന്നു വരികയാണ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി വരും.
ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുക്കൾ നിരത്തി വെക്കുന്ന കൃതിയാണെങ്കിലും ഇതിന് പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. അതായത് ആന്തരിക നേത്രം എന്ന് പറയുന്നത് ഉൾക്കാഴ്ച എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഇതിനെയെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് മറ്റൊരു വിധത്തിലാണ് കൃതികൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച, അതായത് ലോകത്തോട് എങ്ങനെയാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത്, ഓരോ സംഭവങ്ങളോടും എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നത് കൂടിയാണ്. മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം ദുരൂഹമായ വിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഖണ്ഡമായ ലോകമാണ്. അതായത് ഈ നമ്മുടെ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് വലിയ ലോക തത്വങ്ങൾ പോലും പറയുന്നത്. അതും പറയുന്നത് ഈ കൊച്ചു നമ്മുടെ വെറുതെ ചാടിക്കയറി വരുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത്ര വലിയ ജീനിയസ് ആണ് നമ്മുടെ പ്രിയങ്കരനായ ഈ കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പം പ്രൊഫസർ എം കെ സാനു എന്താണ് പറയുന്നത്, നമ്മൾ ഇതിനെ വിമർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ നിരൂപണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തലത്തിൽ കൂടി മാത്രമേ ഇത് നിരൂപണം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയൊന്നുമല്ല, ഇതിനെ വളരെ അഗാധമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നും നിരൂപണം ചെയ്താൽ പറ്റില്ല, പ്രത്യേക പഠനങ്ങൾ വേണ്ടി വരും. അങ്ങനെ ആകുന്ന ഒരുപാട് പഠനങ്ങളാകുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ അർത്ഥങ്ങൾ തന്നെ നമുക്ക് കിട്ടണം. ചെറിയ കാര്യങ്ങളിലൂടെ അത് നമുക്ക് അതൊരു ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന തമാശ കഥയാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ ഈ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ പ്രൊഫസർ എം കെ സാനു പറയുന്നത്, പ്രത്യേക പഠനങ്ങൾ തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, പ്രത്യേക പഠനങ്ങൾ തന്നെ ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ വേണ്ടിയിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അടുത്ത ഖണ്ഡിക, ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ കൃതിക്ക് മരണമില്ല. ഇതിന് ഈ വർഷങ്ങൾ കഴിയും തോറും ദിവസങ്ങൾ കഴിയും തോറും ഇത് രത്നമാണ്. അതിന് ശോഭ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം എം കെ സാനു പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും. പക്ഷേ പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ല എന്ന് വരാം. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതമായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ പ്രകൃതിയിൽ കാണുന്ന ഈ ചെറിയ ജീവികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കൃതിയുടെ വൈശിഷ്ട്യം, അതിൻ്റെ പ്രശോഭ എന്ന് പറയുന്നത് നാൾക്ക് നാൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, സാനു പറയുന്നത്, ഇതിനെക്കുറിച്ച് പ്രത്യേക പഠനങ്ങൾ വേണമെന്ന്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്. പ്രശാന്ത് തേടി ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ഇത്തരത്തിൽ രസകരമായ നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾ ഫാത്തിമയുടെ ആട് കാണാൻ നോവലിൽ നിന്ന് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി റോൾ പ്ലേ അവതരിപ്പിക്കുക. റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഈ ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊന്നും മാറി രാജാവാണെങ്കിൽ അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. നമുക്ക് രാജാവാണെന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ സംഭാഷണം ചെയ്യാം. അതുപോലെ ആടായിട്ട് വേറൊരാളെ നിൽക്കുക, അതുപോലെ അങ്ങനെ അതിലെ കഥാപാത്രങ്ങളായിട്ട് ഓരോരുത്തർ വെച്ച് നിന്ന് നമുക്ക് ഈ സമാധാനം റോൾ പ്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയലോഗ് എഴുതേണ്ടി വരും. നാടകത്തിൻ്റെ കൂട്ട് തന്നെ സീക്വൻസ് ഒക്കെ എഴുതേണ്ടി വരും. ഫാത്തിമയുടെ ആട് ഒരു സത്യമായ കഥയാണെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ചന്തം കൂടിയ ബഹളമാണ് ഇവിടെ. അമ്മായിയുടെ അതികളെ എത്തുന്ന കുറെ പൂച്ച അശാന്തിയിടെത്തി ബഷീറിനെ അശാന്തിയിലേക്ക് നയിക്കുന്ന സാഹചര്യം കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുക. ചന്തം കൂടിയ ബഹളമാണ്, അവിടെ ആകെ അശാന്തിയാണ്. ശാന്തി തേടിയെത്തിയതാണ്, പക്ഷെ അശാന്തിയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അവരുടെ ബന്ധുക്കളെ അവരുടെ പൂച്ചകളെ ഈ മേലുള്ള എലികളെ കാക്കകളെ ആട് എല്ലാം കൂടെ വന്ന് ആകെപ്പാടെ ബഹളം കൂട്ടിയപ്പോൾ ബഷീറിന് കോളാണ്. കാരണം ഒന്നും എഴുതാനൊക്കെ തന്നെ. എഴുത്തുകാരുടെ ഓരോ കാര്യപ്പിലും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്.
അതായത് എഴുത്തുകാരുടെ ഓരോ കൽപ്പനയും ദീർഘദൂരങ്ങളെ അളക്കാൻ, അതായത് അവർ അന്നേരമുള്ള കാര്യങ്ങളല്ല എഴുതുന്നത്, ഒരു 10-50 വർഷം കഴിഞ്ഞുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ മഹത്തായ സാഹിത്യ കൃതികൾ ഈ കാലത്തെ അതിജീവിക്കുക എന്നൊക്കെ പറയും, ദീർഘവീക്ഷണം എന്നൊക്കെ പറയും. അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരത്തേക്കുള്ളതല്ല, ഒരുപാട് വർഷത്തേക്കുള്ളതാണ്. പാത്തുമ്മയുടെ ആട് നമ്മെ നല്ലൊരു വായനക്കാരനാക്കുന്നതെന്നാണ് ഡോക്ടർ എസ് ശാരദക്കുട്ടി പറയുന്നത്. ഈ ചെറിയ കൃതിയുടെ ഗഹനതയും സുശിക്ഷിതമായും വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രൊഫസർ എം കെ സാർ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് കേട്ടു. നിങ്ങൾ കുറച്ച് പ്രാവശ്യം ഇതൊന്ന് കേൾക്കുക. അപ്പം ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയങ്ങളും എല്ലാം മാറിക്കിട്ടും. അടുത്തൊരു പാട്ടുമായിട്ട് നമുക്കെത്താം. വേണ്ടവരിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.